സംഘടനകൾ ഉൾപ്പെടെ നടത്തുന്ന പിരിവ് CMDRFിലേക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് നടനും അഭിഭാഷകനുമായ സി ഷുക്കൂർ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ പൊതു അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് മാറ്റണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വിവരാവകാശ നിയമത്തിന്റെ ഭാഗമല്ലാത്തതിനാൽ ഇവർ പിരിച്ചെടുക്കുന്ന ഫണ്ട് ചെലവഴിക്കുന്നതിൽ സുതാര്യത ഉണ്ടാകില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അരുൺ ശങ്കറാണ് ചേർന്ന്. അരുൺ, കോടതിയുടെ പരിഗണനയ്ക്ക് ഈ പൊതുതാൽപര്യ ഹർജി വന്നോ? ഇതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാട്ടുന്നത്? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ വ്യാപകമായിട്ടുള്ള പിരിവ് നടത്തുന്നുണ്ട്. ദുരന്ത നിവാരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പിരിവുകൾ നടത്തുന്നത്. എന്നാൽ ഇത്തരം പിരിവുകൾ നടത്തി ശേഖരിക്കുന്ന പണം സുതാര്യമായിട്ടല്ല ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ നടത്തുന്ന ധനസമാഹരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ ഈ ഫണ്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഒരു പൊതു അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത്. കാരണം ഈ സ്വകാര്യ സംഘടനകൾ, ഈ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളൊക്കെ നടത്തുന്ന പിരിവിൻ്റെ വിശ്വാസം നമുക്ക് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ വിലയിരുത്താനോ കഴിയില്ല. കാരണം അവർ വിവരാവകാശ നിയമത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ട് അതിനകത്ത് വരുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ പിരിവുകൾ കൊണ്ടുവരണമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള നടപടികളും വേണമെന്നാണ് സംസ്ഥാന സർക്കാരിനെയും അതോടൊപ്പം തന്നെ പോലീസ് മേധാവിയെ കക്ഷി ചേർത്തുകൊണ്ടുള്ള ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അടുത്ത ദിവസം ഈ പൊതുതാൽപര്യ ഹർജി കോടതി പരിഗണിക്കും. അരുൺ, ഈ അഡ്വക്കേറ്റ് സി ഷുക്കൂർ നൽകിയിരിക്കുന്ന ഹർജി അത് അടുത്ത ദിവസം പരിഗണിക്കാനായി പോകുന്നു. ഇപ്പോൾ ഈ ദുരന്ത മുഖത്താണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് പരമാവധി സഹായം വയനാട്ടിൽ എത്തിക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് മുന്നോട്ട് പോകുന്നത്. ഒരു നിമിഷം, അഡ്വക്കേറ്റ് സി ഷുക്കൂർ നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു പൊതുതാൽപര്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്? തീർച്ചയായും നമ്മുടെ ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ കൂടിയാണ് ആൾക്കാർ കടന്നു പോകുന്നത്. മനുഷ്യരോടുള്ള സഹാനുഭൂതിയും സ്നേഹവും വെച്ചിട്ട് ആൾക്കാർ ആര് പണം ചോദിച്ചാലും കൊടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ വലിയ ക്രൗഡ് ഫണ്ടിങ് നടക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്, നിലം മാറിയിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം ഫണ്ടുകൾ വരുന്നത് വേറെ ഒരാൾക്ക് പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വ്യക്തികളോ സ്വകാര്യ സംഘടനകളോ നടത്തുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ റൈറ്റ് ഇൻഫർമേഷന്റെ പരിധിയിൽ വരാത്ത സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികള്, സ്വകാര്യ സംഘടനകളൊക്കെ. അപ്പൊ റൈറ്റ് ഇൻഫർമേഷന്റെ പരിധിയിൽ വരാത്ത ആള് ക്രൗഡ് ഫണ്ടിങ് നടത്തുന്ന സമയത്ത് അത് മോണിറ്റർ ചെയ്യാനോ പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിലവിലില്ല. തീർച്ചയായും വലിയ ഇത്തരം ഒരു ഘട്ടങ്ങളിൽ വരുന്ന ഫണ്ട് പിരിവ്, വലിയ തോതിൽ ഫണ്ട് വരുന്ന സമയത്ത് അത് സ്വകാര്യമായിരിക്കണം, എല്ലാവർക്കും അറിയുന്ന രീതിയിലേക്ക് അത് മാറേണ്ടതുണ്ട്. അതൊരു മോണിറ്ററിങ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ സി ഷുക്കൂർ, ഇപ്പോൾ താങ്കൾ അതിൻ്റെ ഒരു അനിവാര്യതയെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഈ സംഘടനകൾ സ്വീകരിക്കുന്ന പണം എല്ലാവരും കൈയച്ച് സഹായിക്കുന്ന ഒരു സമയവുമാണ്. നിയമപരമായി അങ്ങനെ ഒരു പൊതു ഫണ്ടിലേക്ക് ഈ പണമെല്ലാം പൂൾ ചെയ്യണം, അത് പൊതുവായി തന്നെ ഉപയോഗിക്കണം എന്നതിന് നിയമപരമായി എത്രത്തോളം അനുകൂല നിലപാട് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷ കൊണ്ടാണല്ലോ നമ്മൾ ഹർജി നൽകുന്നത്. തീർച്ചയായും നമ്മൾ അനാവശ്യമായ ഒരു സംഗതിയും കോടതിയിൽ ഉന്നയിക്കുന്നില്ല. നമ്മൾ പറയുന്നത് സുതാര്യമായിരിക്കണം. ആര് പണം പിരിച്ചാലും, ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയി പരിശോധിച്ച് നോക്കിയാൽ നിരവധി സംഘടനകള്, സ്വകാര്യ വ്യക്തികള്, ഗ്രൂപ്പുകളൊക്കെ പണം പിരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യാണ്. QR കോഡ് നൽകുകയാണ്. നിങ്ങൾ ഈ QR സ്കാൻ ചെയ്താൽ, ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും. ഈ പണം ഉപയോഗിച്ച് ഞങ്ങൾ അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കും, ഞങ്ങൾ അവിടെ സ്കൂൾ കെട്ടിക്കൊടുക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ മോണിറ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് ഈ പണം എവിടേക്ക് പോകുന്നു, എവിടുന്ന് വരുന്നതിനേക്കാൾ എവിടേക്ക് പോകുന്നു, ആര് ചെലവഴിക്കുന്നത് വളരെ വ്യക്തമായ ഒരു നിലപാട് വേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നു. അതൊരു പോളിസി മാറ്റർ കൂടിയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അതിലൊരു പോളിസി, തീർച്ചയായും ഒരു പോളിസി മാറ്റർ തന്നെയാണ്. എനിക്കതറിയാം. പോളിസി മാറ്റർ ആണെങ്കിൽ പോലും ഫോർ ടൈം ബീങ് അതിനെക്കുറിച്ചൊരു മോണിറ്ററിങ് വേണം. നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല ഫണ്ടുകൾ പിരിച്ചതിനെ കുറിച്ചും പല ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കോടതികൾ കേസുകൾ നിലനിൽക്കുന്നുണ്ട് പല സംഘടനകളും പിരിച്ച ഫണ്ടിനെ കുറിച്ച്. അപ്പം ഭാവിയിൽ വളരെ വലിയ തോതിൽ മനുഷ്യത്വപരമായ സമീപനം കൊണ്ട്, സഹാനുഭൂതി കൊണ്ടാണ് മനുഷ്യർ പണം നൽകുന്നത്. മാത്രമല്ല, ഇത് വേറൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ സ്വകാര്യ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ മതസംഘടനകളൊക്കെ പണം നൽകി ഒരു സംവിധാനം ഉപയോഗിച്ച് പുനരധിവാസം നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട് കെട്ടിക്കൊടുക്കുകയോ മറ്റോ ചെയ്യുന്നൊരു ഘട്ടത്തിൽ ആ സ്വകാര്യ വ്യക്തികളോട്, സ്വകാര്യ സംഘടനകളോട് ഒരു വിധേയത്വം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല.
അത് ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുച്ഛേദം 21 പ്രകാരം ഓരോ പൗരനും ഭരണഘടന ഉറപ്പു നൽകുന്ന സംഗതിയാണ്. സർക്കാരിൽ നിന്ന് ഒരാൾക്ക് കിട്ടേണ്ടത് അവകാശവും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കിട്ടുന്നത് ഔദാര്യമാണ്. ഔദാര്യം പറ്റി ജീവിക്കേണ്ടവരല്ല ഇത്തരം ദുരിതത്തിൽപ്പെടുന്നവര്. അവരുടെ അവകാശമായി സർക്കാരിന്റെ ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്, ക്ഷേമരാഷ്ട്രത്തിന്റെ ബാധ്യതയാണ് ഇത്തരം ദുരിതത്തിൽപ്പെട്ട ആൾക്കാരെ സഹായിക്കുക എന്നുള്ളത്. അത് സർക്കാരിന്റെ ബാധ്യതയാണ്. അത് വ്യക്തികളുടെയോ സ്വകാര്യ സംഘടനകളുടെ ഔദാര്യമായി വരുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയാൽ അത് വാങ്ങുന്നവർക്ക്, ലഭിക്കേണ്ടവർക്ക് അവരുടെ ഡിഗ്നിഫൈഡ് ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറാൻ പാടില്ല. അതിന്റെ ഒരു കോഷ്യസ്, ഒരു എന്താ പറയാ, അതിനെക്കുറിച്ചൊരു കരുതൽ ആവശ്യമായി വരുന്നത് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും കോടതി പോസിറ്റീവായി കാണുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ശരി, കോടതിയിൽ നിന്ന് എന്ത് തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില നിയമവശങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് ഹർജി നൽകിയത്. നന്ദി, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്.